ഹലോ എവരിവൺ, ടേസ്റ്റ് ആൻഡ് സൈറ്റ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അച്ചാറാണ് കാണിക്കുന്നത്. ഈ പടം കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും അത് സിമ്പിളായിട്ടൊരു മാങ്ങ അച്ചാറല്ലേന്ന്. എന്നാൽ ഇത് മാങ്ങ അച്ചാറല്ല കേട്ടോ. നമ്മുടെ തണ്ണിമത്തൻ്റെ തോടില്ലേ, ആ സാധനമാണ് ഞാൻ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇതും കൊണ്ട് എങ്ങനെ നമുക്ക് അച്ചാറിടാം എന്നുള്ളതാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത്. ഇത് കണ്ട് അതിൻ്റെ പുറത്തെ ആ ഗ്രീൻ കളറിലെ തോലങ്ങം റിമൂവ് ചെയ്യണം. എന്നിട്ട് ഈ കളറിലിരിക്കുന്ന ഇത്രയും ഭാഗം നന്നായിട്ട് കുഞ്ഞായിട്ട് നീട്ടി വേണമെങ്കിൽ അരിയാം, അല്ലെങ്കിൽ കടുമാങ്ങയൊക്കെ അരിയുന്ന പോലെ കുഞ്ഞായിട്ട് കൊത്തി വേണമെങ്കിൽ അരിയാം, എങ്ങനെ വേണമെങ്കിലും അരിയാം. ഇത് അരിഞ്ഞത് ഒരു കുറച്ച് എടുത്തിട്ടുണ്ട്. എത്ര വേണമെങ്കിലും നമ്മുടെ ഇഷ്ടാനുസരണം എടുക്കുക. നമുക്കിനിയും തുടങ്ങാം. അപ്പം അച്ചാർ ഇടാനായിട്ടൊരു പാൻ വെച്ചു, അത് ചൂടായി വന്നു. അതിലേക്ക് ഞാൻ റിഫൈൻഡ് ഓയിലാണ് 2 സ്പൂൺ ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. നമുക്ക് നല്ലെണ്ണ വേണമെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്യാം, കടുകെണ്ണ വേണമെങ്കിൽ കടുകെണ്ണ യൂസ് ചെയ്യാം. അതിലേക്ക് പിന്നെ വെളിച്ചെണ്ണ മാത്രം നമ്മൾ ഉപയോഗിക്കേണ്ട കേട്ടോ. അപ്പോൾ ചൂടായി വന്ന എണ്ണയിലേക്ക് നമുക്ക് കടുകിടാം. 1 സ്പൂൺ കടുക് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി എത്ര ഇട്ടാലും ടേസ്റ്റാണ്. അതൊന്ന് ഒന്നായി വരുമ്പോഴത്തേക്കിനും ഇനി നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു കുറച്ച് ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞത് കൂടെ ഞാൻ ചേർക്കുകയാണ്. അതും ആ വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് മൂക്കട്ടെ. അത് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു 5-6 പച്ചമുളക് എത്ര വേണമെങ്കിലും ചേർക്കാം. ഒരു എരിവിനനുസരിച്ച് 6 മുതൽ 8 വരെ പച്ചമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് അത് മൂപ്പിച്ചെടുക്കുക. പച്ചമുളക് ഞാനിപ്പോൾ അത് മുഴുവത്തോടെ അങ്ങ് ഇട്ടേക്കാണ്. അരിഞ്ഞ് ചേർക്കേണ്ടവർക്ക് അരിഞ്ഞ് ചേർക്കാം കേട്ടോ. വളരെ പെട്ടെന്നൊരു 5 മിനിറ്റ്സും കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്നൊരു അച്ചാറാണ്. ഇപ്പോഴിതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സ്വല്പം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ അച്ചാറിൻ്റെ പൊടികൾ ചേർക്കേണ്ട സമയമായി. അതുകൊണ്ട് തീ ഓഫാക്കി വെക്കുക. മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തിപ്പോൾ ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർക്കുക. അതിനി അത് കൂടുതൽ വേണമെങ്കിൽ അത് കുറച്ചും കൂടെ നമുക്ക് കൂടുതൽ ചേർക്കാം. പച്ചമുളക് ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ചില്ലി പൗഡർ കുറച്ച് ഇട്ടേക്കുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റാം. ഇനിയും നമുക്ക് ചേർക്കാനുള്ള ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടി ഞാൻ ചേർത്തു. ഞാനിവിടെ അച്ചാർ പൊടി ആയിട്ട് പാക്കറ്റൊന്നും മേടിക്കാറില്ല. ഇങ്ങനെ അങ്ങ് ചേർക്കുകയാണ്. ഇവിടെ ഏത് പിക്കിളിട്ടാലും ഞാൻ എൻ്റെ രീതിയിൽ അങ്ങ് ചേർക്കുകയാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് കായം, ഇവിടെ ഞാൻ പെട്ടിക്കായമാണ് ഉപയോഗിക്കുന്നത്. അത് സ്വല്പം ചൂടുവെള്ളത്തിലേക്ക് ആവശ്യാനുസരണം ഇട്ടിട്ട് എടുത്തൊന്ന് ചാലിച്ചവിടെ വെച്ചിരുന്നു. അതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ സാധനം, തണ്ണിമത്തൻ്റെ തോട് അരിഞ്ഞത് കണ്ടില്ലേ, അസൽ മാങ്ങ അരിഞ്ഞതുപോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. സ്വല്പം ആ തണ്ണിമത്തൻ്റെ ആ പിങ്ക് കളറിലെ ഫ്രൂട്ട് വന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഉണ്ടെങ്കിൽ ഒത്തിരി അങ്ങ് കൂടി പോകണ്ട. അത് നല്ലതായിട്ട് കുഞ്ഞ് കടുമാങ്ങ അരിഞ്ഞിട്ടേക്കുന്ന പോലെ തന്നെ ഇരിക്കുന്നത് കാണാനായിട്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനും ഫസ്റ്റ് ടൈമിലാണ് ഇങ്ങനെ ഒരു പിക്കിള് നോക്കുന്നത്. തണ്ണിമത്തന് മുറിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വെറുതെ അത് കണ്ടപ്പോൾ തോന്നി, എന്നാൽ അതുകൊണ്ടൊന്ന് പിക്കിളിട്ട് നോക്കിയാലോ എന്ന് വിചാരിച്ച് ഞാനിട്ട് നോക്കിയതാണ്. പക്ഷേ അത് സക്സസ് ആയി. ഞാൻ ടേസ്റ്റ് നോക്കി കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാം, നന്നായിട്ട് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് കടുമാങ്ങ പോലെ തന്നെ ഇരിക്കും കേട്ടോ. പക്ഷേ പുളിക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വിനാഗിരി വേണം ചേർക്കാനായിട്ട്. പുളിക്ക് വേറെ മാർഗ്ഗങ്ങളില്ല. അതുകൊണ്ട് നമ്മൾ പുളിക്ക് വിനാഗിരി തന്നെ ചേർക്കേണ്ടി വരും. ഇനി നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. തീ ഓഫാക്കിയേക്കണേ. 1 സ്പൂൺ 2 സ്പൂണോളം വേണ്ടി വരും. വേറെ പുളിയൊന്നും ഇല്ലാത്തത് കൊണ്ട് 2 സ്പൂൺ വിനാഗിരി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിന് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ തണ്ണിമത്തൻ്റെ തോടേന്ന് വെള്ളം ഇറങ്ങും. ഉപ്പും വിനാഗിരിയും കൂടെ ചെല്ലുമ്പം ആവശ്യത്തിന് വെള്ളം ഇറങ്ങി അത് നല്ല കറക്റ്റ് ലൂസായി വന്നോളും. നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചേക്കാം. അടിയിൽ നിന്ന് അടുപ്പിൻ്റെ ചൂട് മതി. അതിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം ഇറങ്ങി നല്ല കറക്റ്റായിട്ട് വരും. ഇപ്പോൾ കളറൊക്കെ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് കളറാണ്. ഇനി മുളക് പൊടി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് അടച്ചു വെച്ചു. കുറച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തെ ഈ കറക്റ്റ് ഈ ഒരു കണക്കിന് വന്നിരിക്കുകയാണ്.
കുറച്ചും കൂടെ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ്സും കൂടെ വേണമെങ്കിൽ തീ കത്തിച്ച് കൊടുത്തേച്ച്, പക്ഷെ വേഗണ്ട, തീ കത്തിക്കണ്ട. തീ കത്തിക്കാതെ തന്നെ അവിടെ കുറച്ച് നേരം അവിടെ ഇരുന്നാൽ മതി. ആ ചൂട് കൊണ്ട് അത് കറക്റ്റ് വെള്ളം ഇറങ്ങിക്കോളും. കണ്ടോ, വെന്ത് ഉടഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല കടുക് നല്ല പൊടിപൊടാൻ തന്നെയാണ് അതിൻ്റെ ആ കഷ്ണങ്ങൾ കിടക്കുന്നത്. മാങ്ങയുടെ കഷ്ണങ്ങൾ കിടക്കുന്ന പോലെ തന്നെ. അതിലും കുറച്ചും കൂടെ എനിക്കൊന്ന് നല്ല കറക്റ്റായിട്ട് വരുന്നുണ്ട്. അധികം വെന്തൊന്നും പോയിട്ടില്ല. അല്ല, ഇത്രയും നാൾ നമ്മളിതിൻ്റെ തോടൊക്കെ കളയുമായിരുന്നു. ഇനി ഇങ്ങനത്തെ സാധനങ്ങളും ഒക്കെ വെച്ച് നമുക്ക് ഓരോന്നൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു വ്യത്യസ്തമായ അച്ചാർ, നല്ല അച്ചാറാണ്. ഒരു വെറൈറ്റിക്ക് നമുക്ക് എല്ലാം പരീക്ഷിക്കാമല്ലോ. അവിടെ ഇരുന്ന് പിന്നെ എല്ലാം തണുത്ത് കഴിഞ്ഞിട്ട് ഇനിയും നമ്മൾ കുപ്പിയിലേക്ക് മാറ്റാവുള്ളൂ. ഇതാണ് എൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് വന്നേക്കുന്നത്. കണ്ടോ, കറക്റ്റ് പിക്കിൾ ലുക്കാണ് വന്നേക്കുന്നതിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.